നമ്മുടെ ഈ ലെസണിൽ ഓപ്പൺ ഐറ്റം മാനേജ്മെന്റ് NGL അക്കൗണ്ടിങ്, അതായത് ഓപ്പൺ ഐറ്റംസ് എന്ന് വെച്ചാൽ ക്ലോസ്ഡ് ആകാത്ത ട്രാൻസാക്ഷൻസ്. ഇപ്പോ റെന്റ് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് അക്കൗണ്ടാണ്. പക്ഷെ റെന്റ് പേയബിൾ എന്ന് പറഞ്ഞാൽ അതൊരു ഓപ്പൺ ആണ്, അതായത് കൊടുക്കാനുണ്ട്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആണ്, പക്ഷെ ഡിസ്കൗണ്ട് പേയബിൾ അല്ലെ റിസീവബിൾ അത് ഓപ്പൺ ആണ്. അപ്പൊ ഇൻകമിങ് പേയ്മെന്റ് ആകാം, ഔട്ട് ഗോയിങ് പേയ്മെന്റ് ആകാം. ഇതെന്ന് പറഞ്ഞാൽ റെന്റ് പേയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട് ഗോയിങ് ആണ്, നമുക്ക് കൊടുക്കാനുള്ള ഒരു ലയബിലിറ്റി ആയിട്ട് വരും. ഡിസ്കൗണ്ട് റിസീവബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകം അല്ലെങ്കിൽ അസറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പം സാധാരണഗതിയിൽ നമ്മൾ സൺട്രി ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുന്ന കാറ്റഗറി വേറെയാണ്. അത് നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ട്രേഡിംഗ് റിലേറ്റഡ് വെണ്ടർ അല്ലെ കസ്റ്റമറുമായിട്ടുള്ള കാര്യങ്ങളാണ് അക്കൗണ്ട്സ് പേയബിൾ റിസീവബിൾ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഈ ജനറൽ ലെഡ്ജർ പോസ്റ്റിംഗ് വരുമ്പോഴത്തേക്ക് മറ്റ് കമ്പനി റിലേറ്റഡ് ഓപ്പൺ ഐറ്റംസ് ഉണ്ട്. അതിലൊന്നാണ് റെന്റ്. ഇത് വളരെ കുറച്ച് എക്സാമ്പിൾ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, ഒരുപാടുണ്ടാകാം. ബേസിക്കലി ഒരു ഔട്ട് ഗോയിങ് പേയ്മെന്റും ഒരു ഇൻകമിങ് പേയ്മെന്റും ആണ് നമ്മൾ ഇതിനകത്ത് സാമ്പിൾ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോ ഒരു റെന്റ് ഒരു മാസത്തേത് നമ്മൾ കൊടുക്കാനുണ്ട്, പക്ഷെ കൊടുത്തിട്ടില്ല, അത് പിന്നീട് എപ്പോഴേലും കൊടുക്കും. അതാണ് നമ്മുടെ സിറ്റുവേഷൻ. പക്ഷെ എൻ്റെ ഓരോ മന്തിലും നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യേണ്ടത് കൊണ്ട് നമുക്ക് കൊടുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം നമ്മൾ ചെയ്യുന്നത് റെന്റ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്ത എമൗണ്ട് ഇടും. പക്ഷെ ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് പോകാത്തതുകൊണ്ട് നമ്മൾ പേയബിൾസ്, അതായത് കൊടുക്കാനുള്ള ഒരു അക്കൗണ്ടിൽ ക്രെഡിറ്റ് കാണിക്കും. അന്നേരം ബാങ്കിൽ നിന്ന് എപ്പം പൈസ പേയ്മെന്റ് റിലീസ് ചെയ്യുന്നോ അന്നേരം ഈ റെന്റ് പേയബിള് ഡെബിറ്റും ബാങ്ക് ക്രെഡിറ്റുമായിട്ട് കാണിച്ച് അത് ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് ഒരു അക്കൗണ്ടിങ് പ്രൊസീജിയർ. അതുപോലെ അത് ഔട്ട് ഗോയിങ് ആണ്. മറ്റേതെന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ടിന്റെ കേസിൽ ഡിസ്കൗണ്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കിട്ടുമെന്ന്, പക്ഷെ കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ ആ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു എൻട്രി നോട്ട് ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ ഡിസ്കൗണ്ട് അക്കൗണ്ട് ക്രെഡിറ്റ് കാണിക്കും, പക്ഷെ റിസീവബിൾ അക്കൗണ്ട് പെൻഡിങ് ആയിട്ട് നമുക്ക് കാണിക്കും. പിന്നീട് പേയ്മെന്റ് വരുമ്പോൾ ഈ ഡിസ്കൗണ്ട് റിസീവബിൾ നമ്മൾ ക്ലിയർ ചെയ്യും. എന്നിട്ട് ബാങ്ക് അതിന്റെ ഓപ്പോസിറ്റ് ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യും. അപ്പൊ അത് അങ്ങനെയാണ് രണ്ട് എൻട്രീസ് വരുന്നത്. അതിന്റെ ആ ഒരു ഡ്യൂ ലിസ്റ്റ്, അതായത് എത്ര ഐറ്റംസ് ഓപ്പൺ ആയി കിടപ്പുണ്ട്, അതിൽ എന്തേറെ ലൈൻ ഐറ്റംസ് ക്ലിയർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് FBL 3N നമുക്ക് യൂസ് ചെയ്യാം. ഒരു സാമ്പിള് ചെയ്ത് നോക്കാം. ഇപ്പം FB50 ഞാൻ ഒരു ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാം. ഇപ്പം കറണ്ട് ഡേറ്റ് റെന്റിന്റെ കേസിൽ തന്നെ പറയുവാണെങ്കിൽ ഇന്ന് 28 ആണ്. എന്റെ കമ്പനി കോഡ് മേക്ക് ഷുവർ ചെയ്യണം ഇതാണെന്നുള്ളത്. അപ്പം റെന്റ് നമ്മൾ കൊടുക്കുന്നില്ല, പക്ഷെ നമ്മളത് റെക്കോർഡ് ചെയ്യാൻ പോവാണ്. റെന്റ് അക്കൗണ്ട് ഡെറ്റർ ഒരു 3000 റുപ്പീസ് റെന്റ് പേയബിളിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ആക്ച്വൽ സെറ്റിൽമെന്റ് പിന്നീടാണ് നടക്കുന്നത്. റെന്റ് പേയബിള് ക്രെഡിറ്റ് ഒരു 3000. ഇത് നമുക്ക് എൻട്രി ചെക്ക് ചെയ്യാം, സേവ് ചെയ്യാം. പക്ഷെ ഇതിനകത്ത് റെന്റ് പേയബിൾ എന്ന് പറയുന്ന അക്കൗണ്ട് ആണ് ഓപ്പൺ അക്കൗണ്ട്. അപ്പൊ അത് FBL 3N എടുത്ത് നോക്കിയാൽ ഇപ്പൊ ഇവിടെ ഇതാണ് ജനറൽ ലൈൻ ഐറ്റം ഡിസ്പ്ലേ, GL അക്കൗണ്ട് ലൈൻ ഐറ്റം ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഓപ്പൺ അക്കൗണ്ടിന്റെ കേസ് കാണാൻ വേണ്ടിയാണ് ഈ ട്രാൻസാക്ഷൻ. ഇത് ഇപ്പൊ എടുത്ത ഒരു സെലക്ഷനിൽ അത് ഇപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ അത് കൊടുത്താലേ അതിനകത്തുള്ള അക്കൗണ്ട്സ് കാണത്തുള്ളൂ. അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിലുള്ള എല്ലാ അക്കൗണ്ടും വരും. ഇപ്പൊ നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട് MCKM എന്ന് പറയുന്ന അക്കൗണ്ട് തന്നെയാണ്. അതുകൊണ്ട് അത് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള അക്കൗണ്ട് മാത്രം കാണാൻ പറ്റും. ഇപ്പൊ റെന്റ് പേയബിൾ ഇവിടെ എടുക്കുന്നു, ഓപ്പൺ ഐറ്റംസ് എന്ന് പറയുന്ന അത് ഇത് സെലക്റ്റഡ് ആണ്, ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പൊ ഞാനിപ്പോ പോസ്റ്റ് ചെയ്ത 3000 രൂപ ഇവിടെ ക്ലിയർ ചെയ്യാനായിട്ട്, അതാണ് ഈ റെഡ് ഇൻഡിക്കേറ്റർ ഓപ്പൺ ആയിട്ട് കാണിക്കുന്നത്. ഇത് ക്ലിയർ ചെയ്യണമെങ്കിൽ ഔട്ട് ഗോയിങ് പേയ്മെന്റ് വഴിയേ ചെയ്യാൻ പറ്റും. നമ്മുടെ വേർഡ് ഫയലിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്.
F-07 ഒരു ഔട്ട് ഗോയിങ് പേയ്മെന്റ് എൻട്രി ചെയ്യണം. /F-07 എടുത്താല് ഞാൻ ഡേറ്റ്, ഡോക്യുമെന്റ് ഡേറ്റ്, ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, എമൗണ്ട് ഒരു 3000 രൂപ ഇടുകയാണ്. ഇവിടുത്തെ ഓപ്പൺ അക്കൗണ്ട് എന്ന് പറയുന്നത് എൻ്റെ പേയബിൾ അക്കൗണ്ട്. ഞാൻ എടുത്തു കഴിയുമ്പോൾ ഒരു ലൈനേ കാണുള്ളൂ. അപ്പൊ ഞാൻ ഓഫർ ചെയ്ത എമൗണ്ട് ബാങ്കിൽ നിന്ന് കൊടുക്കാനുള്ളതും പിന്നെ ഇതിനകത്ത് ഡ്യൂ സെയിം ആയതുകൊണ്ടാണ് ഇവിടെ 00 കാണിക്കുന്നത്. ഇവിടെ 0 ആണെങ്കിൽ മാത്രമേ ഇത് ബൂസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഇത് ഞാൻ സേവ് ചെയ്യും. ഇനിയിപ്പോ FBL 3N എടുത്ത് നോക്കുവാണെങ്കിൽ ഓപ്പൺ ഐറ്റംസ് വന്ന് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നോ ഐറ്റംസ് ആണ്. പക്ഷെ അത് ക്ലിയർഡ് ഐറ്റത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് സെലക്ട് ചെയ്ത് ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ ഈ 3000 ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഓപ്പൺ ഐറ്റംസ് ക്ലിയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആണ് ഡിസ്കൗണ്ട് റിസീവബിൾ അക്കൗണ്ട് വരുന്നത്. ഇപ്പം FB50 ഞാനൊരു ഡിസ്കൗണ്ട് റിസീവബിൾ എൻട്രി ഇടുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ഒരു 200 രൂപ കിട്ടാനുണ്ടെന്ന്. അപ്പം ഇത് നമുക്ക് റിസീവബിൾ അക്കൗണ്ടിൽ ഡിസ്കൗണ്ട് റിസീവബിൾ ആയിട്ട് വിറ്റ് 200 രൂപ വെച്ചാൽ നമുക്ക് സിമുലേറ്റ് ചെയ്യാം, സേവ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് FBL 3N എന്ന് പറയുന്നത് നമ്മുടെ റിസീവബിൾ അക്കൗണ്ട് ആണ് ഇതിനകത്ത് ഓപ്പൺ ആയിട്ട് കിടക്കുന്നത്. ചാർട്ട് ഓഫ് അക്കൗണ്ട് ഇട്ട് കൊടുക്കണം. MCKM എന്ന് പറയുന്ന അക്കൗണ്ട് ഇട്ട് കൊടുത്താൽ റിസീവബിൾ അക്കൗണ്ട് എടുത്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് കാണുന്നുണ്ട്. അത് ക്ലോസ് ആകുന്നത് ഇൻകമിങ് പേയ്മെന്റ് പോസ്റ്റ് ചെയ്യുമ്പോഴാണ്. മറ്റത് ഔട്ട് ഗോയിങ് ആയിരുന്നു ലയബിലിറ്റിയിൽ പോസ്റ്റ് ചെയ്തത്. ഇൻകമിങ് 200 രൂപ ബാങ്ക് നമുക്ക് ഇതിനകത്തോട്ട് ട്രാൻസ്ഫർ ആകണം. അത് F-02 നമുക്ക് F-06 ഇൻകമിങ് പേയ്മെന്റ് നമുക്ക് ചെയ്യാം. ഇതിനകത്ത് 28-ാം തീയതി ഒരു ബാങ്കിൽ നിന്ന് ഒരു 200 രൂപ നമുക്ക് കിട്ടുവാണെങ്കിൽ എനിക്കത് ക്ലോസ് ചെയ്യാം. അപ്പൊ ഞാൻ എൻ്റെ ഡിസ്കൗണ്ട് റിസീവബിൾ അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ 200 രൂപ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാനത് നേരെ ഇൻകമിങ് പേയ്മെന്റിന്റെ അസൈൻഡ് ആയിട്ടുള്ള എമൗണ്ടും കൂടെ ആയി കഴിയുമ്പോൾ അത് ടാലി ചെയ്യും. ഇത് എനിക്ക് വീണ്ടും ഓപ്പൺ ഐറ്റം FBL 3N എൻ്റെ ഡിസ്കൗണ്ട് റിസീവബിൾ അക്കൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ക്ലോസ് ചെയ്തിരിക്കുന്നതാണ്. അത് ക്ലിയർഡ് ഐറ്റത്തിൽ നമുക്ക് അത് കാണാനും 200 രൂപ. ഇങ്ങനെയാണ് ഇൻകമിങ് ഔട്ട് ഗോയിങ് പേയ്മെന്റ് വഴി ഓപ്പൺ ഐറ്റംസ് ക്ലോസ് ചെയ്യുന്നത്.